ഇതാണ് B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ. കാണാൻ പെരഗ്രിൻ ഫാൽക്കണെ പോലെ ഇരിക്കുന്ന ഈ വിമാനം ആകാശത്തിലെ രാജാവാണ്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പോലും ഇവനെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല. കൂടാതെ എത്ര ആഴത്തിൽ പോയി ഒളിച്ചാലും കൃത്യസ്ഥാനത്ത് കൃത്യസമയത്തിനുള്ളിൽ അറ്റാക്ക് നടത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തിരിച്ചു പോകാൻ കഴിയുന്ന B2 ബോംബർ പോലെ വേറൊരു ബോംബറും ഈ ഭൂമിയിലില്ല. ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അമേരിക്കയുടെ B2 സ്പിരിറ്റ് ബോംബറിൻ്റെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒട്ടനവധി മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഫ്ലൈയിങ് വിങ് എയർക്രാഫ്റ്റാണ് B2 ബോംബർ. ഇതിൽ ലോ ഒബ്സർവബിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകൾക്കോ പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനോ തടയാനോ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഒരു ചിറകിൻ്റെ അറ്റം മുതൽ അടുത്ത അറ്റം വരെ, അതായത് വിങ് സ്പാൻ 172ഓളം അടിയാണ്. അതായത് നമ്മുടെ വലിയ യാത്രാ വിമാനങ്ങളുടെ അത്രയും വലിപ്പം ഇതിനുണ്ടെന്നർത്ഥം. പക്ഷേ ഇത്രയും വലിയ വിമാനമാണെങ്കിലും റഡാറിൽ നോക്കുമ്പോൾ ഇതൊരു ചെറിയ പക്ഷിയായോ മറ്റോ കാണാൻ കഴിയും എന്നാണ് അവകാശപ്പെടുന്നത്. 1990 കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ മാത്രം ഏകദേശം $2.13 ബില്യൺ, അതായത് 19,519 കോടി രൂപയോളമാണ് ചെലവ് വന്നത്. ഇതിൻ്റെ റിസർച്ചും ടെസ്റ്റിങ്ങും എല്ലാം കൂട്ടി നോക്കുമ്പോൾ ലോകത്ത് ഇന്ന് വരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വിമാനങ്ങളിൽ ഒന്നാണിത്. യുദ്ധം വരുമ്പോൾ വളരെ കൃത്യതയുള്ള ബോംബുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രധാന കേന്ദ്രങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ വ്യോമസേനയുടെ കരുത്ത് കാണിക്കുന്ന ഒരു പ്രധാന ആയുധമാണിത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, ഇത്രയും വലിയ വിമാനം എങ്ങനെയാണ് റഡാറുകളെ കണ്ണുവെട്ടിക്കുന്നത് എന്ന്. ഇതിൻ്റെ രഹസ്യം ഇതിൻ്റെ ഡിസൈനിൽ തന്നെയാണ്. റഷ്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികൾ പോലും ഈ വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയെ വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശരിക്കും ഈ B2 ബോംബർ ഉണ്ടായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1960 മെയ് മാസത്തിൽ ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആ സംഭവം നടന്നത്. അന്ന് അമേരിക്കയുടെ U2 എന്നൊരു ചാരവിമാനത്തെ സോവിയറ്റ് യൂണിയൻ വെടിവെച്ചിട്ടു. അവരുടെ S-75 എന്ന മിസൈൽ ഉപയോഗിച്ചാണ് അന്ന് ആ വിമാനം വീഴ്ത്തിയത്. ആ വിമാനത്തിൻ്റെ പൈലറ്റിനെ അവർ തടവുകാരനാക്കിയിരുന്നു. ഈ സംഭവം അമേരിക്കയ്ക്ക് ലോകത്തിനു മുൻപിൽ വലിയൊരു നാണക്കേടായി മാറി. ഈ ഒരു സംഭവം ലോകത്തെ രണ്ട് വൻ ശക്തികളെയും ചിന്തിപ്പിക്കുകയാണുണ്ടായത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുള്ളതാക്കാൻ നോക്കി. അതേസമയം റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിമാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അമേരിക്കയും ആലോചിച്ചു തുടങ്ങി. സോവിയറ്റ് യൂണിയൻ അവരുടെ അതിർത്തികൾ ശക്തമാക്കിയതോടെ സാധാരണ ബോംബറുകൾക്ക് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തുക എന്നത് വലിയ റിസ്ക്കുള്ള കാര്യമായി മാറി. അങ്ങനെയാണ് 1970കളുടെ അവസാനത്തിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ബോംബർ എന്നൊരു പ്രോഗ്രാമിന് അമേരിക്ക തുടക്കമിട്ടത്. ശത്രുക്കൾ അറിയാതെ അവരുടെ ഉള്ളിൽ കയറി ബോംബിട്ടിട്ട് സുരക്ഷിതമായി തിരിച്ചു വരിക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ആ ലക്ഷ്യം പൂർണ്ണമായും വിജയിപ്പിച്ചുകൊണ്ടാണ് B2 ബോംബർ പുറത്തിറങ്ങിയത്. 1989 ഇത് ആദ്യമായി ആകാശത്തേക്ക് പറന്നത്. 1997 ആയപ്പോഴേക്കും ഇത് യുദ്ധത്തിന് സജ്ജമായി. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പവർ ഇതിൻ്റെ സ്റ്റെൽത്ത് കഴിവാണ്. റഡാർ തരംഗങ്ങൾ ഈ വിമാനത്തിൽ തട്ടുമ്പോൾ അത് തിരികെ പോകാതെ മറ്റു വശങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് സാധാരണ വിമാനങ്ങളെപ്പോലെ വാലോ ചിറകുകളോ ഒന്നുമില്ല. കാണാൻ ഒരു വലിയ ഫ്ലൈയിങ് വിങ് പോലെ മാത്രമേ ഇരിക്കൂ. സാധാരണ വിമാനത്തിൻ്റെ വാലുകൾ റഡാർ സിഗ്നലുകളെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കും. അതൊഴിവാക്കാനാണ് ഈ പ്രത്യേക ഡിസൈൻ. ഇത് മനസ്സിലാക്കാൻ റഡാറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് റഡാറുകൾ സിഗ്നലുകൾ അയക്കുമ്പോൾ അത് ഏതെങ്കിലും വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു വിമാനമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നോ മനസ്സിലാക്കും. സാധാരണ വിമാനങ്ങൾ വലിയ സിഗ്നലുകൾ തിരികെ അയക്കും. എന്നാൽ B2വിൻ്റെ ശരീരം മുഴുവൻ വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്നതുകൊണ്ട് സിഗ്നലുകൾ പല വഴിക്ക് ചിതറിപ്പോകും. അതുമാത്രമല്ല റഡാർ തരംഗങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ചില രഹസ്യ മെറ്റീരിയൽസും ഇതിലുണ്ട്. ഇത് കാരണം B-52 പോലുള്ള വിമാനങ്ങൾ റഡാറിൽ വലിയൊരു മല പോലെ തെളിയുമ്പോൾ B2 ബോംബർ അങ്ങനെയൊന്നും പിടികൊടുക്കില്ല. പക്ഷേ ഇത് റഡാറുകളിൽ നിന്ന് പൂർണ്ണമായും അദൃശ്യമാണ് എന്നല്ല ഇതിനർത്ഥം. പക്ഷേ ശത്രുക്കൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴേക്കും വിമാനം അവരുടെ തലയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകും. റഡാറിനെ മാത്രമല്ല,
ചൂട് നോക്കി വരുന്ന മിസൈലുകളെയും അഥവാ ഇൻഫ്രാറെഡ് മിസൈലുകളെയും ഇതിന് കബളിപ്പിക്കാൻ കഴിവുണ്ട്. ഇതിൻ്റെ എഞ്ചിനുകൾ ചിറകുകൾക്കുള്ളിലാണ് വെച്ചിരിക്കുന്നത്. എഞ്ചിനിൽ നിന്ന് വരുന്ന ചൂടുള്ള പുക പുറത്തേക്ക് വിടുന്നതിന് മുൻപ് തണുത്ത വായുവുമായി കലർത്തും. അങ്ങനെ വിമാനത്തിന് പുറകിലുള്ള ചൂട് കുറയ്ക്കുന്നത് കൊണ്ട് മിസൈലുകൾക്ക് ഇതിനെ ലക്ഷ്യം വെക്കാൻ പ്രയാസമായിരിക്കും. കൂടാതെ ശത്രുക്കളുടെ റഡാറുകളെ കുഴപ്പിക്കാനായി ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്നൊരു വിദ്യയും ഇതിലുണ്ട്. ഇത് ശത്രുക്കളുടെ സിഗ്നലുകളെ ജാം ചെയ്യുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യും. ആയുധങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 40,000-ഓളം പൗണ്ടിലധികം ബോംബുകൾ ഇതിന് ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയും. വിമാനത്തിൻ്റെ ഉള്ളിലുള്ള അറകളിലാണ് ഈ ബോംബുകൾ വെക്കുന്നത്. എന്നാലേ വിമാനം റഡാറിൽ പെടാതിരിക്കും. GPS സഹായത്തോടെ പ്രവർത്തിക്കുന്ന 80ഓളം ബോംബുകൾ വരെ ഇതിൽ നിറയ്ക്കാം. വലിയ ബങ്കറുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന 30,000 പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഏക വിമാനവും ഇതാണ്. ഇതിനു പുറമെ ആറ്റം ബോംബുകൾ വഹിക്കാനും ഇതിന് ശേഷിയുണ്ട്. ഒറ്റയടിക്ക് 6,000 മൈലിലധികം ദൂരം പറക്കാൻ ഈ വിമാനത്തിന് കഴിയും. ഇനി പറക്കുന്നതിനിടയിൽ ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ 10,000 മൈലിലധികം ദൂരം ഇതിന് പറക്കാൻ കഴിയും. ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്നപ്പോൾ അമേരിക്കയിലെ മിസോറിയിൽ നിന്ന് പറന്നുയർന്ന ഈ വിമാനം 44 മണിക്കൂർ തുടർച്ചയായി ആകാശത്ത് ചിലവഴിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തിരിച്ചുപോയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധ ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു അത്. പക്ഷേ ഇത്രയും കഴിവുള്ള ഈ വിമാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മുൻപേ പറഞ്ഞതുപോലെ ഓരോ വിമാനത്തിനും അന്നത്തെ കാലത്ത് തന്നെ $2.13 ബില്യൺ ചിലവായി. ഇന്നത്തെ കാലത്തെ പണത്തിൻ്റെ മൂല്യം വെച്ച് നോക്കിയാൽ അത് ഏകദേശം 51,150 കോടി രൂപയോളം വരും. അതുകൊണ്ട് തന്നെ അമേരിക്ക ആകെ 21 വിമാനങ്ങൾ മാത്രമേ നിർമ്മിച്ചുള്ളൂ. അതിൽ ഇപ്പോൾ 19 മുതൽ 20 മാത്രമേ പ്രവർത്തന രംഗത്തുള്ളൂ. ഈ B-2 ബോംബർ വിമാനങ്ങൾക്ക് ഇന്ത്യയുമായി ഒരു ബന്ധമുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് ഇന്ത്യൻ വംശജനായ നോഷിർ ഗോവാഡിയ എന്ന എഞ്ചിനീയർ B-2 ബോംബറിൻ്റെ നിർമ്മാണത്തിൽ ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് സ്റ്റെൽത്ത് എന്നാണ് ചിലർ വിശേഷിപ്പിക്കാറുള്ളത്. വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് ചൂട് കുറയ്ക്കാനുള്ള സാങ്കേതികവിദ്യ അഥവാ ഇൻഫ്രാറെഡ് സ്റ്റെൽത്ത് വികസിപ്പിച്ചതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ B-2 വിമാനത്തിൻ്റെ യഥാർത്ഥ ശില്പി ജാക്ക് നോർത്രോപ്പാണ്. പക്ഷേ മുൻപേ പറഞ്ഞ ഇന്ത്യൻ വംശജനായ ഗോവാഡിയ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു കാര്യത്തിനാണ്. അതായത് B-2വിൻ്റെ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ ഇദ്ദേഹം ചൈനയ്ക്ക് ചോർത്തി നൽകിയെന്ന കുറ്റത്തിന് 2005-ൽ അമേരിക്കൻ അധികൃതർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചൈനയുടെ പുതിയ സ്റ്റെൽത്ത് മിസൈലുകളും വിമാനങ്ങളും നിർമ്മിക്കാൻ ഇദ്ദേഹം അവരെ സഹായിച്ചു എന്നതായിരുന്നു കേസ്. നിലവിൽ ഇദ്ദേഹം അമേരിക്കയിലെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇപ്പോൾ B-2വിനേക്കാൾ മികച്ച ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന B-21 റൈഡർ എന്ന പുതിയ ബോംബർ അമേരിക്ക നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. ഓരോ മിഷന് മുമ്പും വലിയ പ്രിപ്പറേഷനുകൾ നടത്തിയാണ് B-2 ബോംബർ ആകാശത്തേക്ക് പറന്നുയരാറുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മെയിൻ്റനൻസ് ടീം തന്നെയുണ്ട്. ഇതിലെ സ്റ്റെപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ പോലും ഈ വിമാനം കൈകാര്യം ചെയ്യുന്നത് വലിയ നഷ്ടമുണ്ടാക്കും. എല്ലാം തുടങ്ങുന്നത് 509th മ്യൂണിഷൻ സ്ക്വാഡ്രൻ്റെ അസംബ്ലി ഫെസിലിറ്റിക്കുള്ളിലാണ്. ബോംബറിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആയുധങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെയാണ്. ഈ ബിൽഡിങ്ങിനുള്ളിലെ കാലാവസ്ഥ എപ്പോഴും നിയന്ത്രിച്ച് നിർത്താറുണ്ട്. കാരണം ഈ ബോംബുകളിലെ ഗൈഡൻസ് സെക്ഷനുകൾക്ക് പൊടിയോ ഈർപ്പമോ താങ്ങാൻ കഴിയില്ല. അവിടുത്തെ താപനില എപ്പോഴും 68 ഡിഗ്രിയിൽ തന്നെ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാകുമത്രേ. താപനിലയിൽ ചെറിയ മാറ്റം വന്നാൽ പോലും ഇവയുടെ റീഡിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആയുധത്തിൻ്റെ മുൻഭാഗത്ത് MAU 169 ഗൈഡൻസ് സെക്ഷൻ ഘടിപ്പിക്കുക എന്നതാണ്. ഈ ഗൈഡൻസ് കിറ്റിനുള്ളിൽ ഒരു ഹോക്കി പന്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു GPS ആൻറ്റിനയുണ്ട്. അതിന് താഴെയായി ഒരു ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റുമുണ്ട്. ഇതിലെ ആക്സിലറോമീറ്ററുകൾക്ക് മനുഷ്യൻ്റെ തലമുടിയേക്കാൾ ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുമത്രേ. ഇതിലെ കൺട്രോൾ മൊഡ്യൂൾ വിമാനത്തിൽ നിന്നുള്ള ഡാറ്റ സ്വീകരിക്കുകയും ബോംബിൻ്റെ ചിറകുകൾക്ക് അഥവാ ഫിന്നുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ പിന്നിലെ ടെയിൽ കിറ്റ് ഘടിപ്പിക്കുന്നു. ഇതിലാണ് ഫിന്നുകളും ആക്ച്വേറ്ററുകളും ഇരിക്കുന്നത്. ഈ ഫിന്നുകൾക്ക് ഓരോന്നിനെയും ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ച് വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും. അര സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫിൻ ഒന്ന് തടഞ്ഞാൽ പോലും ബോംബ് ലക്ഷ്യം തെറ്റി എവിടെയെങ്കിലും പോയി വീഴും. അടുത്തതായി ഇത് അവർ തൂക്കി നോക്കും. കാരണം വിമാനത്തിലെ കമ്പ്യൂട്ടറിന് ഇതിൻ്റെ കൃത്യമായ ഭാരം അറിയണം. ചെറിയൊരു മാറ്റം പോലും ഇതിൻ്റെ വീഴ്ചയുടെ സമയത്തെ ബാധിക്കും. വിമാനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കറങ്ങുന്ന മെക്കാനിസത്തിലാണ് അഥവാ റോട്ടറി ലോഞ്ചറിലാണ് ബോംബുകൾ വെക്കുന്നത്. വിമാനത്തിന് വാലില്ലാത്തത് കൊണ്ട് തന്നെ ഭാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി ബാലൻസ് ചെയ്ത് വേണം ബോംബും ഇന്ധനവും നിറയ്ക്കാൻ.
കൂടാതെ വളരെ ഉയരത്തിൽ പറക്കുന്നതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്ക് പ്രത്യേക പ്രഷർ സ്യൂട്ടുകൾ ആവശ്യമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഓക്സിജൻ സിസ്റ്റവും ഇജക്ഷൻ സീറ്റുകളും എല്ലാം പലവട്ടം ചെക്ക് ചെയ്യും. വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ ബോംബ് ബേയുടെ വാതിൽ തുറക്കുകയുള്ളൂ. ആ നിമിഷം വിമാനത്തിൽ നിന്നുള്ള വിവരങ്ങൾ ബോംബിലേക്ക് കൈമാറും. പുറത്തേക്ക് തെറിക്കുന്ന നിമിഷം ബോംബ് ആക്റ്റീവ് ആവുകയും അത് സ്വന്തമായി വഴി കണ്ടെത്തി കൃത്യമായി ലക്ഷ്യത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഏതായാലും അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ആയുധമാണ് B2 ബോംബർ. ഇത്തരത്തിലുള്ള ഒരു ബോംബർ നമ്മുടെ ഇന്ത്യക്കും വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.